ദേ പറഞ്ഞതുപോലെ തന്നെ കേസെടുത്തിട്ടുണ്ട്. അഴിമതിയും കള്ളപ്പണവും വെളുപ്പിച്ച് താനാണ് രാജ്യമെന്ന് സ്വയം അഹങ്കരിച്ച സോണിയാഗാന്ധി അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. രാജകുമാരൻ എന്ന് സ്വയം നകളിക്കുന്ന രാഹുലിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ചങ്കൂറ്റമുള്ള ആണുങ്ങൾ ഭരിക്കുന്ന ഈ രാജ്യത്ത് ഒരിക്കൽ എൻ്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല എന്ന് വീമ്പിളക്കിയ ഇന്ത്യയെ കട്ടുമുടിപ്പിച്ച തുരപ്പനായ മുൻ കേന്ദ്ര ധനമന്ത്രി പി ചിദംബരത്തെ മതിൽ ചാടിക്കടന്ന് പിടിച്ചിറക്കി തീഹാർ ജയിലിൽ കൊണ്ടുപോയി 90 ദിവസം ഗോതമ്പുണ്ട തീറ്റിച്ച അതേ 56 ഇഞ്ചിന് മുന്നിൽ ഈ രാജ്യദ്രോഹിയായ നരവേന വെറും വെറും പുഷ്പമാണ്. പൂ പറിക്കുന്ന അത്രയേ ഉണ്ടാവുള്ളൂ എന്നോർക്കുക. ഇന്ന് അത് പേടിച്ചാണെന്ന് തോന്നുന്നു ഇന്ന് വന്ന് ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില്ല് കൊട്ടാരത്തില് ഞാനാണ് എന്ന് ഡൽഹിയുടെ മുഖ്യമന്ത്രി എന്ന് വിളിച്ചു പറഞ്ഞ് സ്വപ്നം കണ്ട അരവിന്ദ് കെജ്രിവാൾ, ഉദ്ധവ് താക്കറെ എന്നിവരെ വെറും കാലിന്റെ അടിയിൽ പറ്റിയ പൊടി എന്ന പോലെ കണക്കാക്കി എന്നുള്ള വില മാത്രമേ ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് ഇവർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഭാരതത്തിലെ ജനങ്ങൾക്ക് കഴിഞ്ഞു എന്നും ഇനിയും അതിനെല്ലാം കഴിയും എന്നും ഈ നരവേനയെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നതും അവരുടെ പിന്നിൽ ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് വേണ്ടി പിണിയാളുകളായി തുള്ളാൻ നടക്കുന്ന പ്രതിപക്ഷ കക്ഷികളും എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും.